ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കുറ്റബോധം അരുത് എന്നതിനെക്കുറിച്ചാണ്. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 30-ാം തിരുലിഖിതം. ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. കഴിഞ്ഞ നാളുകളിൽ ടെലിവിഷനിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സൗഖ്യവും സംഭവിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇടുക്കി ജില്ലയിലുള്ള മഞ്ഞപ്പാറ എന്ന പ്രദേശത്ത് നിന്ന് ഷൈനി ജോസഫാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ നാക്കിൻ്റെ സൈഡിലായി ഒരു വെളുത്ത പാട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർമാർ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയിൽ രോഗം ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. ഈ രോഗത്തെ ഓർത്ത് ഞങ്ങളുടെ മനം തകർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അട്ടപ്പാടി സെഗ്യോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് വിവിധ ചാനലുകളിലൂടെ വചന പ്രഘോഷണങ്ങൾ നടക്കുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ ഒരു ചാനലിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ രോഗത്തെ സമർപ്പിച്ച് ഞങ്ങൾ കരഞ്ഞു. അപ്പോൾ അച്ഛൻ ടെലിവിഷനിലൂടെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ ഞങ്ങളും കരഞ്ഞ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. ഈ രോഗം സുഖപ്പെടുത്തി തരണമേ എന്ന് അപേക്ഷിച്ചു. തുടർന്ന് യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തി എൻ്റെ ഭർത്താവിൻ്റെ അധരങ്ങളിലേക്ക് വ്യാപരിച്ചു. അതേ തുടർന്ന് രോഗം പരിപൂർണമായും വിട്ടുപോയി. ഇന്ന് രോഗത്തിൻ്റെ ഒരു തരി പോലും എൻ്റെ ഭർത്താവിൻ്റെ നാവിലില്ല. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സ്തുതിച്ച് കോടാനുകോടി നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനം കൂടുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് പോലെ തന്നെ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് വിശ്വാസത്തോടു കൂടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചാൽ, യേശുവിൻ്റെ വചനം ശ്രവിച്ചാൽ, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ, വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധാത്മ അഭിഷേകം, രോഗശാന്തി, വിടുതൽ, പൈശാചിക പീഡകളിൽ നിന്നുള്ള മോചനം, കടബാധിതകളിൽ നിന്നുള്ള വിടുതൽ, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് കണ്ണടച്ച് 2 കരങ്ങളും തുറന്ന് പിടിച്ച് ഹൃദയത്തിൽ എളിമപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കട്ടെ. ഒരുപക്ഷെ നീ ഇന്ന് വരെ യേശുവിനെ അറിയാത്തൊരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ നീ തിരുസഭ ഉപേക്ഷിച്ച് വിശുദ്ധ കൂദാശകൾ ഉപേക്ഷിച്ച് നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം. ഇതാ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ തൊട്ട് വിളിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം 31-ാം തിരുലിഖിതത്തിൽ വചനം പഠിപ്പിക്കുന്നു, ബലവാൻ ചണനാരു പോലെയും അവൻ്റെ പ്രവൃത്തികൾ തീപ്പൊരി പോലെയുമാകുന്നു. രണ്ടും ഒന്നിച്ച് കത്തി നശിക്കും, ആ അഗ്നി കെടുത്താൻ ആരും ഉണ്ടാവുകയില്ല. മകനെ, മകളെ, നീ ആരുമാകട്ടെ, ദൈവമായ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. നീ ഹൃദയം തുറക്കുക, യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. ഇത് സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുടെ നിമിഷമല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ടെലിവിഷനിൽ പറഞ്ഞുകൊള്ളട്ടെ, ഞാൻ എൻ്റെ ജോലി ചെയ്യും എന്ന് നീ ഇപ്പോൾ മറക്കോട്ട് ചിന്തിക്കരുത്. ദൈവത്തിൻ്റെ വചനം വീണ്ടും പഠിപ്പിക്കുന്നു. യെശയ്യ 2:17, മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ഓരോ മകൻ്റെയും മകളുടെ മേലും ആത്മാവിനെ സമൃദ്ധമായി വർഷിക്കണമേ. വചനം കേൾക്കാൻ തക്കവണ്ണം ഒരു എളിമ, ദൈവിക കാര്യങ്ങളൊരു തുറവി ഇപ്പോൾ നൽകണമേ. യെശയ്യായുടെ പുസ്തകം 66-ാം അധ്യായം 2-ാം തിരുലിഖിതം, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനങ്ങൾ ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഓ ദൈവമേ, അങ്ങയുടെ വചനത്തിന് മുമ്പിൽ എളിമയോടെ
ദൈവഭയത്തോടെ നിലകൊള്ളാൻ ഓരോ കുടുംബങ്ങളെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന താൻ പോരുമ ഭാവത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും എല്ലാ അരൂപികളും ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം പ്രാപിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ, വചനം കൊണ്ട് നിറയാൻ തടസ്സമായി നിൽക്കുന്ന അന്ധകാര പീഡകളെ, ദുരാത്മസേനകളെ നസ്രായന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിക്കുന്നു. ദൈവമക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോവുക. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 19-ാം തിരുലിഖിതം. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 107-ാം സങ്കീർത്തനത്തിൽ 20-ാം തിരുലിഖിതം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വചനങ്ങൾ ഇപ്പോൾ അന്വർത്ഥമാകട്ടെ. വിനാശത്തിൻ്റെ പിടിയിലിരിക്കുന്നവർ, രോഗത്തിൻ്റെ പിടിയിലിരിക്കുന്നവർ, വലിയ ദുഃഖത്തിൻ്റെ പിടിയിലിരിക്കുന്നവർ, ആത്മഹത്യാ ചിന്തയുടെ പിടിയിലിരിക്കുന്നവർ, കടബാധ്യതയുടെ ബന്ധനത്തിലിരിക്കുന്നവർ, വലിയ പൈശാചിക പീഡകളിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. യേശുവിൻ്റെ വചനത്തിൻ്റെ അത്ഭുത ശക്തി കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ ഹൃദയത്തിൽ നിന്ന് ഇന്ന് വരെ ഈ ഹൃദയത്തിൽ തളം കെട്ടി കിടക്കുന്ന ദുഃഖത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, സങ്കടത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. ആത്മീയ അഭിഷേകം നിറയട്ടെ, വിശുദ്ധിയുടെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, വചനത്തിൻ്റെ ദാഹം നിറയട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാറൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 30-ാം തിരുലിഖിതം. ജെറുസലേമേ, നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസമരുളും. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു മരണം സംഭവിക്കുമ്പോൾ, ഒരു അപകടമുണ്ടാകുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇത് എൻ്റെ പാപം നിമിത്തമായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. ഞാൻ അല്ലെങ്കിലും ഗതി പിടിക്കാൻ പോകുന്നില്ല, ഞാൻ പൊട്ടയാ, ഞാൻ ചീത്തയാണ്, എൻ്റെ കഴിഞ്ഞകാല ജീവിതം മോശമായിരുന്നു, അതുകൊണ്ടാണ് ഈ തകർച്ചകളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയെ ബൈബിളിൽ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം അതിൽ 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ. ഇതാ ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തൊരു വിധവ, സറപ്തായിലെ വിധവ. അവളുടെ ഭവനത്തിലേക്കാണ് ദൈവം ഏലിയായെ അയച്ചിരിക്കുന്നത്. ഏലിയ വഴി ദൈവം ആ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു. ഏലിയായിലൂടെ ആ കുടുംബം ദൈവത്തെ അറിഞ്ഞു. ഏലിയായിലൂടെ ആ കുടുംബം ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ ശക്തിയിലും ദൈവത്തിൻ്റെ നന്മയിലും സന്തോഷിച്ച് ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അന്ധകാരം ആ കുടുംബത്തിലേക്ക് വന്നത്. അതാണ് 1 രാജാക്കന്മാർ 17-ാം അധ്യായം 17-ഉം 18-ഉം തിരുലിഖിതങ്ങൾ. ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി. രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത്? എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? നോക്കുക, ആ നിമിഷം വരെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചവളാണ്, ദൈവത്തിൻ്റെ ശക്തി അനുഭവിച്ചവളാണ്, പരിപാലനം അനുഭവിച്ചവളാണ്. ക്ഷണനേരം കൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് വലിയൊരു അഗ്നി പരീക്ഷണം വരികയാണ്. ഇതാ അവൾ ആദ്യത്തെ പെരുമാറ്റം നോക്കുക. അവൾ ദൈവത്തിന് നേരെ കുറ്റം വിധിക്കുകയാണ്, ദൈവദാസന് നേരെ കുറ്റം വിധിക്കുകയാണ്. എൻ്റെ മകനെ കൊല്ലാൻ വേണ്ടിയാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഒരു ദിവസം നാം ശ്രവിച്ചതാണ്. ഇപ്പോൾ നമ്മൾ ശ്രവിക്കുന്നതിൻ്റെ അടുത്ത ഭാഗമാണ്. ഈ വിധവയിലൂടെ പുറത്തു വന്ന 2ാമത്തെ തിന്മ അതാണ്, എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഇപ്പോൾ വന്നിരിക്കുന്നത്? എന്താ ഇതിൻ്റെ അർത്ഥം? വിധവയുടെ ഏക മകൻ, ഭർത്താവ് മരിച്ചു, ഇനി ജീവിതത്തിൽ ആകെ ആശ്രയമായിട്ടുള്ളത് മകൻ മാത്രമാണ്. ഈ മകനെ ഓർത്താണ് വിധവ ജീവിക്കണമെന്ന് ചിന്തിക്കണം. അങ്ങനെ അതിനെ നോക്കി ആറ്റുനോറ്റ് വളർത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ്. പൊടുന്നനെയാണത് മരിച്ചു പോകുന്നത്. അതിൻ്റെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം വിട്ടുപോയി, ജീവിതത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെയായി. അങ്ങനെ അണപൊട്ടി ദുഃഖമൊഴുകുകയാണ്, സങ്കടം നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സങ്കടം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ വിധവയ്ക്ക് വിധവയുടെ പഴയകാല പാപങ്ങളെല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ വിധവ ചിന്തിക്കുകയാണ്, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ നിമിത്തമാണ് ഈ മകൻ മരിക്കാൻ കാരണം. നോക്കുക, ആദ്യം അവൾ ദൈവദാസനെ കുറ്റം പറഞ്ഞു, ആദ്യം അവൾ ദൈവത്തെ കുറ്റം പറഞ്ഞു.
ഇപ്പോൾ അതാ മാറി, സ്വഭാവം മാറി. എൻ്റെ പാപങ്ങൾ നിമിത്തമാണ് ഇവൻ മരിക്കാൻ കാരണം. തൻ്റെ പാപങ്ങളെ ഓർത്ത് അവൾ കുറ്റബോധത്തിലേക്ക് പോവുകയാണ്, നിരാശയിലേക്ക് പോവുകയാണ്. നീയാണ് ഈ തകർച്ചയുടെ എല്ലാം കാരണം എന്നിപ്പോൾ സാത്താൻ പറയുകയാണ്. പ്രിയ ദൈവപൈതലേ, നിൻ്റെ കുടുംബത്തിൽ കടബാധ്യത പെരുകി വരുമ്പോൾ, നിൻ്റെ കുടുംബത്തിൽ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ എല്ലാം ഒന്നിനു പുറകെ ഒന്നായി തകരുമ്പോൾ, ബിസിനസ് തകരുമ്പോൾ, കൃഷിയെല്ലാം നശിച്ചു പോകുമ്പോൾ, കുടുംബത്തിലെ മക്കളെല്ലാം തല്ലിപ്പിരിഞ്ഞ് നാനാവിധത്തിൽ പോകുമ്പോൾ, ഇതാ ഒന്നുകിൽ സാത്താൻ ദൈവത്തെ ദുഷിക്കാൻ നിന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും, അല്ലെങ്കിൽ സ്വയം ശപിക്കാൻ സാത്താൻ നിന്നെ നിർബന്ധിക്കും. സാത്താൻ്റെ കയ്പിൻ്റെ വേരിറങ്ങി നിത്യനാശം സംഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ദൈവം നട്ടതും ദൈവം പാകിയതും ദൈവം വളർത്തിക്കൊണ്ടുവരുന്നതുമായ ആത്മീയ അഭിഷേകത്തെ നശിപ്പിക്കാൻ സാത്താൻ പലതരത്തിലുള്ള നുണചിന്തകൾ ഹൃദയത്തിലേക്ക് വിതയ്ക്കും. അതിൽ വളരെ ഗൗരവമേറിയ നുണചിന്തയാണ് ഈ തകർച്ചയുടെ എല്ലാം കാരണം നിൻ്റെ തന്നെ പാപങ്ങളാണ്, നിൻ്റെ തന്നെ കഴിഞ്ഞകാല ജീവിതമാണ് ഈ തകർച്ചയുടെ എല്ലാം കാരണമെന്ന് സാത്താൻ ഹൃദയത്തിലേക്ക് പാകി വിതയ്ക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിധവ അങ്ങനെ ചിന്തിക്കുകയാണ്. ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ പറയുന്നത് ഞാൻ ശ്രവിച്ചിട്ടുമുണ്ട്. അവർ പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ മകൻ നശിച്ചു പോകാൻ കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ കുടുംബം നശിച്ചു പോകാൻ കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ആയിത്തീരാൻ കാരണം ഞാൻ തന്നെയാണ്, എൻ്റെ ബിസിനസ് നശിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞകാല പാപങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചീത്തയാ, ഞാനൊരു പൊട്ടയാ, ഇതൊക്കെ ഞാൻ അർഹിക്കുന്നതാണ്, ഇതൊക്കെ ഞാൻ വരുത്തി വെച്ച വിനകളാണ്. ഇങ്ങനെ തകർച്ചയുടെ നടുവിൽ, വലിയ വേദനയുടെ നടുവിൽ സ്വയം ശപിക്കുന്ന ആളുകളെ നിരവധി കാണാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് സമർപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു സംഗതിയുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യം, ജ്ഞാനം 11:24 വചനം പഠിപ്പിക്കുന്നു, ദൈവം സൃഷ്ടിച്ച ഒന്നിനെയും ദൈവം വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ അവിടുന്ന് സൃഷ്ടിക്കുമായിരുന്നില്ല. സാത്താൻ എന്താണ് പറയണത്? സാത്താൻ പറയണത്, നീ ഇതുപോലെ പാപങ്ങൾ ചെയ്തതുകൊണ്ട്, നീ ഇതുപോലെ തോന്നിവാസം നടന്നതുകൊണ്ട് നിൻ്റെ ദൈവത്തിന് നിന്നോട് ഇഷ്ടമല്ല, നിൻ്റെ ദൈവത്തിന് അനുഗ്രഹം നിൻ്റെ കൂടെ ഇല്ല, നീ നശിക്കും, നീ ചീത്തയാ, നീ പൊട്ടയാ, നീ ഗുണമില്ലാത്ത, നീ ഒന്നും ഗതി പിടിക്കില്ല. ഇങ്ങനെ സാത്താൻ ഹൃദയത്തിൽ സ്വയം ശപിക്കാൻ വേണ്ടി സ്വയം വെറുപ്പിൻ്റെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ ചിന്തകളെ പാകി പെരുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം പറയുകയാണ്, മകനെ, മകളെ, നീ എത്രമാത്രം പാപത്തിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ശരി, ഇതാ എൻ്റെ ഹൃദയം നിന്നോട് പറയുന്നു, ഞാൻ സൃഷ്ടിച്ച ഒന്നിനെയും ഞാൻ വെറുക്കുന്നില്ല. വെറുത്തിരുന്നെങ്കിൽ ഞാൻ സൃഷ്ടിക്കുമായിരുന്നില്ല. ജ്ഞാനം 11:24 നാം ഇത് വായിക്കുന്നത്. വീണ്ടും ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാനും നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ? എങ്കിൽ മാത്രമേ സ്വന്തം പ്രവർത്തികൾ നിമിത്തം ഇസ്രായേൽ സന്തതികളെ ഞാൻ തള്ളിക്കളയുകയുള്ളൂ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. മുകളിൽ ആകാശത്തിന് അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കണ്ടുപിടിക്കാനും നിങ്ങൾ ആർക്കെങ്കിലും കഴിയുമോ? എങ്കിൽ മാത്രമേ പ്രവർത്തികൾ നിമിത്തം ഇസ്രായേൽ സന്തതികളെ ഞാൻ തള്ളിക്കളയുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഉണ്ടാവും, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ടാവും, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവും. ഞാനും നിങ്ങളും എന്തു ചെയ്യണം? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 18-ാമത്തെ തിരുലിഖിതം, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അത് രക്തവർണ്ണമെങ്കിലും കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. കടും ചമപ്പാണ് നിന്റെ പാപമെങ്കിലും, നിന്റെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അത് കമ്പിളി പോലെ ഞാൻ വെളുപ്പിക്കും. രക്തവർണ്ണമെങ്കിലും അത് ഞാൻ മഞ്ഞു പോലെ വെളുപ്പിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തി തരികയാണ്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. കുറ്റബോധത്തിൽ ഇരിക്കരുത്, നിരാശയിൽ ഇരിക്കരുത്. ദൈവം വിളിക്കുകയാണ്, വരിക, വരിക, വരിക. യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായം അതിൽ 2-ാമത്തെ തിരുലിഖിതം,
സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിന് നേരെ ദിവസം മുഴുവനും ഞാൻ എൻ്റെ 2 കരങ്ങളും നീട്ടിപ്പിടിച്ചിരുന്നു. സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ എൻ്റെ ജനത്തിന് നേരെ, സ്വന്തം ജനത്തിന് നേരെ ഞാൻ ദിവസം മുഴുവനും 2 കരങ്ങൾ നീട്ടി, വരിക നമുക്ക് രമ്യതപ്പെടാം, വരിക നമുക്ക് രമ്യതപ്പെടാം എന്ന് പറഞ്ഞ് കർത്താവ് കരം നീട്ടി നിൽക്കുന്നു എന്നാണ് യെശയ്യാ 65-ാം അധ്യായം 2-ാം വാക്യത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരു പാപത്തിൽ വീണു, ഒരു പാപത്തിൽ അധപതിച്ചു. ദൈവം എന്നെ നിങ്ങൾ വെറുക്കുന്നു എന്ന് ചിന്തിക്കരുത്. വചനം ജോബിൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, ദൈവം സർവശക്തനാണ്, അവിടുന്ന് ഒരുവനെയും വെറുക്കുന്നില്ല. ദൈവം സർവശക്തനാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ചെറിയ തെറ്റ് ചെയ്തു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ചൂട്ട് കത്തിച്ച് സമുദ്രത്തെ ചൂടാക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു ചൂട്ട് കത്തിച്ചാൽ സമുദ്രത്തെ തിളപ്പിക്കാൻ പറ്റുമോ? അതാണ് ജോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവം ഒരു നിസ്സാര ഡൂക്കിരി മനുഷ്യനല്ല. ദൈവം ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ആർക്കും ഭാവന കാണാൻ പറ്റാത്തത്ര ദൈവം സർവശക്തനായ ദൈവമാണ്. അവിടുന്ന് ഒന്നോ രണ്ടോ പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴേക്കും അവിടുന്ന് പ്രകോപിതനായി നമ്മളെ വെറുക്കുന്നില്ല. ദൈവം സർവശക്തനാണ്, അവിടുന്ന് എൻ്റെ പാപങ്ങളെ പ്രതി എന്നെ വെറുക്കുന്നില്ല എന്ന് ജോബ് 36:5 വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ നമുക്ക് മാറോട് ചേർത്ത് വെക്കാം, കണ്ണുകൾ അടയ്ക്കാം. ദൈവമേ, ആ വിധവത്തള്ള തൻ്റെ മകൻ്റെ നിര്യാണത്തിൽ മനം കലങ്ങി കയ്പ് നിറഞ്ഞ് ദൈവദാസനെ ദുഷിച്ച് തന്നെ ശപിച്ച് എൻ്റെ പാപങ്ങൾ നിമിത്തമാണ്, എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളാണ് ഈ നാശത്തിനെല്ലാം കാരണമെന്ന് ചിന്തിച്ച് കലങ്ങി. ഓ ദൈവമേ, ജീവിതത്തിൽ പലപ്പോഴും എൻ്റെയും സ്ഥിതി അതുതന്നെയാണല്ലോ. ഓരോ തകർച്ച വരുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ തന്നെയാണ് ഈ തകർച്ചയ്ക്ക് കാരണം. എൻ്റെ മകൻ ഇങ്ങനെ ആയതിന് കാരണം ഞാനാണ്. എൻ്റെ ഈ എല്ലാ ദുസ്ഥിതിക്കും കാരണം എൻ്റെ പാപങ്ങളാണ്. ഞാൻ നശിച്ചു കാരണം എൻ്റെ പാപങ്ങൾ അത്രമാത്രമാണ്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കുറ്റബോധം, എന്നെ കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ ഞാൻ കാണുകയാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ കുറ്റബോധത്തിലേക്ക് യേശുവേ എഴുന്നള്ളി വരണമേ. സ്വയം ശപിക്കുന്ന അവസ്ഥകളിലേക്ക് യേശുവേ എഴുന്നള്ളി വരണമേ. എൻ്റെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ. അവിടുന്ന് ബാറൂക്കിൻ്റെ പുസ്തകം 5-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ജെറൂസലേമേ നീ ധൈര്യമായിരിക്കുക, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസത്തിനുണ്ട്, നിനക്ക് പേരിട്ടവൻ തന്നെ നിനക്ക് ആശ്വാസത്തിനുണ്ട്. യെശയ്യാ 51:15-16 വളർന്ന് പഠിപ്പിച്ചു, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. കരത്തിൻ്റെ തണലിൽ മറയ്ക്കുന്ന ദൈവമേ, സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിക്കുന്ന കർത്താവേ, ജീവിതത്തിൻ്റെ തകർന്ന ചിന്തകളിലേക്ക്, തെറ്റായ മനസ്സിൻ്റെ താളം തെറ്റിയ അവസ്ഥകളിലേക്ക് കടന്നു വന്ന് കുറ്റബോധത്തിൻ്റെയും സ്വയം വെറുപ്പിൻ്റെയും സ്വയം ശാപത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള സ്വയം വലിയുന്ന പ്രകൃതത്തിൻ്റെയും മേൽ അവിടുത്തെ സ്നേഹം നിറയ്ക്കണമേ, അത്ഭുതം ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സൗഖ്യത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ഒരുപാട് നാളുകളായി കുറ്റബോധത്തിന് പിടികിടക്കുന്നവർ, സംശയരോഗത്തിന് പിടികിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സാത്താൻ ഓരോ മകനെയും മകളെയും ബന്ധിക്കാൻ വേണ്ടി തലമുറകളെ ഒരുക്കിയിട്ടുള്ള എല്ലാ ചങ്ങലകളെയും യേശുവിൻ്റെ നാമം അയച്ച് ഇപ്പോൾ ഛിന്ന ഭിന്നമാക്കുന്നു. വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 56-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം. അവിടുന്ന്
എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ദൈവമേ, ജീവിതത്തിൻ്റെ ഓരോ തകർച്ചകളും, ജീവിതത്തിൻ്റെ കണ്ണുനീരും, ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 55 അധ്യായം 22 വാക്യം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് താങ്ങിക്കൊള്ളും. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാ വേദനകളും കർത്താവിലേക്ക് സമർപ്പിച്ച് യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. മക്കളില്ലാത്ത കുടുംബങ്ങളിലേക്ക് അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. രോഗപീഠകളാൽ തകർന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. പഠിക്കാൻ കഴിയാത്ത വിധം ഓർമ്മശക്തി മങ്ങിപ്പോയ കുഞ്ഞുങ്ങളുടെ ഓർമ്മശക്തി ഇപ്പോൾ തെളിഞ്ഞു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലകളിൽ തടസ്സമുള്ളവരെ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഓ ദൈവമേ, മാറി മാറി രോഗങ്ങൾ, കഠിന രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച രോഗങ്ങൾ, ഇവ നിമിത്തം നിരാശപ്പെട്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും ദൈവികമായ അത്ഭുത ശക്തി പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ആശീർവദിക്കുന്നു. ബിസിനസ് പരാജയങ്ങളും കുടുംബ തകർച്ചയും ദാമ്പത്യ പരാജയങ്ങൾ നിമിത്തം കണ്ണുനീരൊഴുക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും യേശുവിന്റെ നാമത്തിൻ്റെ അത്ഭുത വിടുതൽ ഇപ്പോൾ ഈ നിമിഷം അത്ഭുതകരമായി സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഞാൻ എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് വരുന്നു. എൻ്റെ ഈ കുട്ടിക്ക് ഇപ്പോൾ 10.5 വയസ്സുണ്ട്. ജനിച്ച ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ തള്ളവിരൽ കുടിച്ചു തുടങ്ങിയതാണ്. ഈ 21-ാം തീയതി ഞായറാഴ്ചത്തെ അഭിഷേകാഗ്നി പരിപാടിയിൽ അച്ഛൻ്റെ വചനം ശ്രദ്ധിച്ചു. ഈശോയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ ഒരിക്കലും കൈവിടില്ല എന്നുള്ള വചനം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് ആരാധനയുടെ സമയത്ത് ഞങ്ങൾ കുടുംബസമേതം കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിശയമായിട്ട് പിന്നെ കുട്ടിക്ക് കൈ വായിലേക്ക് വന്നിട്ടില്ല. 1 സെക്കൻഡ് ഫ്രീ ആയി കിട്ടിയ കൈ വായിൽ 1 സെക്കൻഡ് പോലും വായിന്ന് കൈ എടുക്കാൻ പറ്റില്ലായിരുന്നു കുട്ടിക്ക്. കുട്ടി കമന്ന് കിടന്നേ ഉറങ്ങുകളായിരുന്നു. ഇപ്പം അത് മലർന്ന് കിടന്നുറങ്ങും. എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം. വീട്ടിൽ ഇരുന്ന് ടെലിവിഷനിൽ എല്ലാ ഞായറാഴ്ച 8:30 വരുന്ന അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ആരാധന സമയത്ത് കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ച് ജീവിക്കും ദൈവം അവിടെ അങ്ങോട്ട് ഇടപെട്ട്. 1 സെക്കൻഡ് പോലും വായിൽ നിന്ന് കൈയെടുക്കാൻ പറ്റാത്ത വിധം അങ്ങനത്തെ ഒരു അഡിക്ഷൻ ആയിരുന്നു ആ കുട്ടിക്ക്. അത് ചെറുപ്പം തൊട്ടുള്ള സംഭവമാണത്. കൈവിരലിൽ തഴമ്പുണ്ട്. ആ വായിൽ വെച്ച് വെച്ച് കൈവിരലിൽ തഴമ്പായിരുന്നു. എന്താ ഈ കേൾക്കണത്? പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി വീശി വീശി ഉഷാറായി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. അത്ഭുതവും വിടുതലും ഈ ജഗതിയിൽ പെരുമഴ പോൽ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജഗതിയിൽ